ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസിഫ് അലി നായകനായി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ജനുവരി 9 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുന്ന ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് രേഖാചിത്രം. 2026 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ആസിഫ് അലിയുടെ കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തിന്റെ കളക്ഷനെ തകർക്കുന്ന രീതിയിലുള്ള കുതിപ്പാണ് രേഖാചിത്രം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷനായിരുന്നു ഈ സിനിമ നേടിയെടുത്തിരുന്നത്. ആദ്യ ദിവസം 1,92,00,000 രൂപയാണ് ഈ സിനിമ ഓപ്പണിംഗ് കളക്ഷനായി സ്വന്തമാക്കിയത്. രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 2,10,00,000 രൂപ ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 4,02,00,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ വ്യാഴം വെള്ളി എന്നിങ്ങനെ 2 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 60,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 2 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 4,62,00,000 രൂപയാണ്. ഇനി ഈ ചിത്രത്തിന്റെ വിദേശ കളക്ഷനിലേക്ക് വന്നാൽ GCC ഓവർസീസ് കളക്ഷനായി സിനിമ 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 4.5 കോടിയോളം രൂപയാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 9 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം 1,13,000 ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. എന്നാൽ അതിനെയും മറികടക്കുന്ന രീതിയിലുള്ള ബുക്കിംഗാണ് നിലവിൽ മൂന്നാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 5 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ 14 കോടിയോളം രൂപ ഈ സിനിമ നേടിയെടുക്കാനുള്ള സാധ്യതാ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഉണ്ണി മുകുന്ദൻ നായകനായി ഹനീഫ് അദീനി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഡിസംബർ 20 ക്രിസ്മസ് റിലീസായി തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് മാർക്കോ. ചിത്രത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയായ വെള്ളിയാഴ്ച വരെയുള്ള 21 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ആഴ്ചയിലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 53,15,00,000 രൂപയായിരുന്നു. രണ്ടാമത്തെ ആഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 26,40,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. മൂന്നാമത്തെ ആഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 17,85,00,000 രൂപയുമാണ്. അങ്ങനെ 97,40,00,000 രൂപയാണ് ഈ സിനിമ 21 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 22ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെയും 1 കോടി റേഞ്ചിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യ 22 ദിവസം പിന്നിടുമ്പോൾ 98,50,00,000 മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ ഇന്ന് ശനിയാഴ്ച 100 കോടിയിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ ഉറപ്പായും നാളെ ഞായറാഴ്ച 100 കോടി ക്ലബിൽ എത്തിച്ചേരും എന്നാണ് ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത്. നേരത്തെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ 100 കോടി പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിരുന്നു. രാംചരൺ ഇരട്ട വേഷത്തിൽ അഭിനയിച്ച് ശങ്കർ സംവിധാനം ചെയ്ത് ഇന്നലെ ജനുവരി 10 ലോകമെമ്പാടുമായി തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ഗെയിം ചേഞ്ചർ. ഇന്ന് ഈ സിനിമയുടെ ഔദ്യോഗിക കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ആ പോസ്റ്റർ പ്രകാരം 186 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. നേരത്തെ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ 55 കോടി ഈ സിനിമ കളക്ട് ചെയ്തിരുന്നു. അതേസമയം സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ 25,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയത്. എന്നാൽ ചിത്രത്തിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച പോസ്റ്ററിനെ കുറിച്ച് വ്യാപകമായ വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട്. ഗെയിം ചേഞ്ചറിന്റെ ഓപ്പണിംഗ് കളക്ഷനുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച പോസ്റ്റർ തള്ളു കളക്ഷൻ പോസ്റ്ററാണ് എന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന ആക്ഷേപം. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.